ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഓല S1 ഫസ്റ്റ് ജനറേഷനിലെ ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്യാൻ പോകുന്നു. നമുക്ക് ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്യുന്ന വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ബ്രേക്ക് പാഡ് വാങ്ങിച്ചിട്ടുണ്ട്. 220 ഫ്രണ്ട് ബ്രേക്ക് പാഡാണ് ചേഞ്ച് ചെയ്യുന്നത്. ഇതാണ് വണ്ടി ഇപ്പോൾ ഏകദേശം ചാർജിങ്ങിന് ഇട്ടേക്കുകയാണ്. വണ്ടി ഏകദേശം 51,540 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമ്മൾ ഇത് വണ്ടിയുടെ കൂടെ തന്നെ കിട്ടുന്ന ഒരു അലങ്കി സെറ്റാണ്. നമുക്ക് ഈ സ്ക്രൂവിലെല്ലാം ലൂസാക്കാം. എല്ലാ സ്ക്രൂവും ലൂസാക്കണം. എന്നിട്ട് നമുക്ക് വണ്ടിയിൽ നിന്ന് പൊക്കി വെക്കണം. സ്റ്റാരിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് കാറിന് ജാക്കിക്ക് അതിലോട്ട് അടിച്ചാൽ അതാണ് അത് സൂട്ടായിട്ടിരുന്നോളൂ. അത് സ്ക്രൂ എല്ലാം അങ്ങനെ ലൂസാക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാ സ്ക്രൂ ലൂസാക്കി എല്ലാ സ്ക്രൂ ഊരുക. ഈ സ്ക്രൂ ത്രെഡ് പോവുകയാണെങ്കിൽ മെഷീൻ ഇട്ടടിക്കുമ്പോൾ ത്രെഡ് പോകാറുണ്ട്. ത്രെഡ് പോവുകയാണെങ്കിൽ ഈ സ്ക്രൂ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇത് പൾസർ വണ്ടിയുടെ ഹാൻഡിൽ ബാറിന് യൂസ് ചെയ്യുന്ന സ്ക്രൂ ഉണ്ട് ആണ്. അതിലൊരെണ്ണം ആ സ്ക്രൂ ആണ് ഇത്. അതിട്ടാലും മതി. അങ്ങനെ നമ്മൾ സ്ക്രൂ എല്ലാം അഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മളൊന്ന് ആട്ടി കൊടുക്കുമ്പോഴത്തേക്ക് ആണ് ഇത് ഊരി വന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഫ്രണ്ട് ടയറും ബാക്ക് ടയറും സെയിം തന്നെയാണ്, സെയിം സൈസ് തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ മാറ്റി തിരിച്ചിടാവുന്നതാണ്. ഇതാണ് ഡിസ്ക്. ഇതെല്ലാം നമ്മൾ ബ്രേക്ക് പാഡ് കാണുന്നില്ല. ഇത് ഞാൻ ഓൾറെഡി ബ്രേക്ക് പാഡ് തീർന്നയാണെന്ന് ഊരി നോക്കിയ നേരത്താണ് നമ്മൾ കണ്ടത്. അപ്പോൾ സൗണ്ട് വരും. ഈ സ്ക്രൂ ഉണ്ട്. സ്ക്രൂ വേണ്ടേ ഈ നമ്മൾ ടയർ ഊരാൻ നോക്കിയ ആ അലങ്കി വെച്ചാലാണ് ഇത് ഊരുന്നത്. ഇത് അങ്ങനെ നമുക്ക് ഊരാം. ഈ സ്ക്രൂ നമുക്ക് ഊരിയെടുക്കാം. അങ്ങനെ ആ 2 സ്ക്രൂ നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ പൊക്കി എടുക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ബാക്കിലോട്ട് വലിക്കുക. ക്യാമറ ബ്രേക്ക് പാഡ് ബ്രേക്ക് സെൽ വേണ്ടത് ഊരിയെടുത്തിട്ടുണ്ട്. ഇവിടെ 2 സ്ക്രൂ ഉണ്ട്. ഈ 2 സ്ക്രൂവും ഊരിയെടുക്കണം. പ്രൊമോട്ട് എടുത്താൽ മതി. എന്നിട്ട് ഇത് ഇവിടെ തന്നെ കയറ്റി വെക്കേണ്ടതാണ്. ഇത് കയറ്റണം. ബ്രേക്ക് പാഡ് കയറ്റണം. എന്നിട്ട് ഈ ബ്രേക്ക് പാഡ് കയറ്റണം. ഇത് കയറുന്നില്ല. കയറാൻ ചാൻസ് ഈ സിലിണ്ടർ മാക്സിമം തള്ളി വന്നിരിക്കുകയാണ്. സിലിണ്ടർ നമുക്ക് ഉള്ളിലാട്ടാക്കണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നത്. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ 2 ബ്രേക്ക് പാഡ് ഇങ്ങനെ എടുത്ത് വെക്കുക. കയറ്റി വെച്ച ശേഷം ഇതിൻ്റെ ഇടയിലായിട്ട് സ്ക്രൂ ഇങ്ങനെ വെക്കുക.
ശേഷം വെല്ലം കൊടുത്ത് താഴ്ത്ത് നമ്മൾ ഹോഴ്സ് കൊടുക്കുമ്പോൾ അല്ല താഴ്ന്നു പോകും. അങ്ങനെ ചെയ്താൽ മതി. ചെയ്യുമ്പം താഴ്ന്ന് ഇറങ്ങിപ്പോയിക്കോളും. ഈ പിസ്റ്റണിൻ്റെ ഉള്ളിലോട്ട് കയറിപ്പോയിട്ടുണ്ട്. നമുക്ക് ബ്രേക്ക് പാഡ് സെറ്റ് ചെയ്യണം. ഇവിടെ എടുത്ത് തരാൻ ആരും ഇല്ലാത്തതാണ്. നമുക്ക് ബ്രേക്ക് പാഡ് എങ്ങനെ വെക്കണമെന്ന് വെച്ചാൽ ഈ ബ്രേക്ക് പാഡ് ഇങ്ങനെ ഇങ്ങനെ വെക്കാം. ഈ പാഡ് ഇങ്ങനെ ഒഴിച്ച് ഇങ്ങനെയാണ് വെക്കേണ്ടത്. ഈ ലോക്ക് വരുന്നിടത്ത് ഈ ഹുക്ക് വരണം. ഇവിടെ നിന്നൊരു ലോക്കുണ്ട്. ഈ ലോക്ക് ഇങ്ങനെ ആയിട്ട് ഇതാണ് ഇതിനകത്ത് എടുത്തിട്ടതിന് ശേഷം ഈ ലോക്ക് എടുത്ത് ലോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് കയറ്റി ഇറക്കി വെക്കണം. ഇതിങ്ങനെ ഇറക്കി വെക്കണം. ഇത് ഗ്യാപ്പ് കണ്ടുപിടിക്കണം. ഇത് ഇറക്കി വെക്കണം. ഇറക്കി വെക്കണമെങ്കിൽ ഇതിനൊരു സ്പേസ് വേണം. ഇതിനൊരു ഗ്യാപ്പ് വേണം. ഇനിയും ഗ്യാപ്പ് വേണം. ഇങ്ങനെ ഇത് ഇറക്കി വെക്കണം. വണ്ടി ഗ്യാപ്പ് വേണമെങ്കിൽ നമ്മൾ ഡ്രൈവർ എടുത്തിട്ട് ഒന്ന് തെള്ളി കൊടുക്കുക. കാലിപ്പർ ഇനി അകത്ത് കയറാനുണ്ടെങ്കിൽ അകത്ത് കയറി പോകുന്നതാണ്. അത് കയറ്റിയിട്ടിട്ട് ഇറക്കി വെച്ചാൽ മതി. ഇത്തിരി ബലം കൊടുത്ത് ഇട്ടിരിക്കുകയാണ്. ഇനി അവിടെ 2 സ്ക്രൂ ഉണ്ട്. ഷോയിലൊക്കെ ഇടുന്ന നല്ലതാണ്. ഈ 2 സ്ക്രൂ തിരിച്ച് അതിലായിട്ട് തന്നെ ഫിറ്റ് ചെയ്യുക. ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നമ്മുടെ ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നല്ലോണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ കൂടുതൽ ഇമ്പ്രൂവ്മെൻ്റ് ആക്കി വീഡിയോ ചെയ്യാനായിരിക്കും.